ആകാശാണ്. അപ്പൊ ഈ ആകാശം ഇതുണ്ട്, താലേലം 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 പൊന്നി. കല്യാണം നടത്തുന്നത് ഇതുവരെ മുഖം കാണുമ്പോ അവളെ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില. അപ്പോ ഇന്ന് നമ്മൾ പിക്ക് ചെയ്ത വിഷയം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോ മലബാർ മുസ്ലിങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ട് ഉത്തര മലബാറിൽ കാസർഗോഡ് ഒരുപാട് ആചാര അനുഷ്ഠാന ചടങ്ങുകൾ നമ്മൾ ഇന്നും സമൂഹത്തിൽ നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് 3 കാസർഗോഡുകാരാണ്. നബവി, മുൻസിർ, സിൽഫിക്കർ. ഞാൻ കോഴിക്കോടുകാരനാണ്, ഷദീദ്. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ 2024 എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാലത്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ വായിക്കുന്നത് ഉള്ള അർത്ഥത്തിൽ. ഇതിനെ കഴിഞ്ഞ ദിവസം സ്വായിക്കുസ്ത ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു. ഉസ്താദ് ദുബൈക്ക് പോയ സംഭവങ്ങൾ പറയുന്നതിൽ ഉസ്താദ് പറഞ്ഞു പോയതാണ്. ഈ ദുബൈക്ക് പോകുന്ന സമയത്ത് ഉസ്താദിന്റെ ഉമ്മ ഒരു കടിയത്തിൽ വെള്ളം നിറച്ച് വെച്ച് എൻ്റെ അതിലേക്ക് ഒരു കോയിൻ ഇട്ട് വെക്കും. എൻ്റെ അത് പോകുന്ന ആൾക്കാർ ഇങ്ങനെ കാണുന്ന രീതിയിൽ തന്നെ വെക്കും പേരൻ്റെ ഫ്രണ്ടിൽ. അത് മുമ്പേ കാസർഗോഡ് നടന്നു വരുന്ന ഒരു ആചാരമാണ്. അത് നേരാണ്. കാരണം ഈ വെള്ളം വെക്കുക എന്നുള്ളതില്ലേ, വെള്ളം ഒരു ശുഭലക്ഷണത്തിന്റെ അടയാളമായിട്ടാണ് കാണാറ്. അപ്പൊ ഈ വെള്ളം കണ്ടാൽ, യാത്രക്കാർ ഇറങ്ങുമ്പോൾ വെള്ളം കണ്ടാൽ അവരുടെ യാത്രയിൽ എന്തുണ്ടാവും, മെച്ചമുണ്ടാവും, അവരുടെ യാത്രയിൽ ഹൈറുണ്ടാവും എന്നൊക്കെയാണ് ഇവിടെ വിശ്വാസം. ജനനം തൊട്ടൊരു മരണം വരെ, ജനത്തിൽ തുടങ്ങിയിട്ട് മരണം വരെയുള്ള എല്ലാത്തിലും ഒന്നിട്ട് ഒരു ആചാരത്തിന്റെ ഒരു സങ്കേതമാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ആദ്യ നയില് ചീരണി മൗലൂദ്. ഈ ചീരണി മൗലൂദ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഗർഭത്തിന്റെ ഒരു 7-ാം മാസം അല്ലെങ്കിൽ 9-ാം മാസം മറ്റേ ഈ നാട്ടാരും വീട്ടാരും എല്ലാവരും വിളിച്ചിട്ട് ഈ പെണ്ണിന്റെ പെരുക്കാറ് ആണിന്റെ പെരുക്ക് പോയിട്ട് പുതിനാട്ടീനെ നാട്ടാർക്കെല്ലാം വയറ് കാണിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ചീരണി മൗലൂദ് നിർബന്ധമുണ്ട്. കാരണം ഈ 7-ഓ 9-ഓ ആണോ 8-ാം ഈ ഇരട്ട മാസമായെങ്കിൽ ദുരന്തം സംഭവിക്കുമെന്നും പറയുന്നത്. അങ്ങനെയുണ്ട്. ഈ ചീരണി മൗലൂദിന് എന്തോന്നാൻ പാടില്ല, യാസീനോന്നാൻ പാടില്ല. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു നാട്ടിലൊരു മൊയിലാർക്ക് വന്ന് ഫാത്തിയോതി, പിന്നെ യാസീനോതി. ഫാത്തി വിളിച്ചിട്ട് യാസീനോതി. അങ്ങനെ പിന്നെ കുഞ്ഞ് പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അതിനുശേഷം നാട്ടിൽ ആചാരം ഇറങ്ങി, യാസീനോതി ആ കുഞ്ഞ് മരിക്കും. അതെ, ഈ മൗലൂദ് ഓതുന്നതിനെ നമുക്ക് കാസർഗോഡ് നല്ല കേരളത്തിൽ മൊത്തത്തിൽ തന്നെ നമ്മള് അവിടെ ഒരു സന്തോഷത്തിലും സന്താപത്തിലും എന്നൊക്കെ പറയാം. എല്ലാത്തിലും ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മൗലൂദ് എന്നുള്ളത്. ചെറിയൊരു കാര്യം വന്നെങ്കിൽ പെട്ടെന്ന് ഒരു മൗലൂദ് കഴിക്കാം, ഉസ്താദ്മാരെ വിളിക്കാം, മൗലൂദ് കഴിക്കാം. അതാണ് ഇപ്പോ നമ്മളെല്ലാത്തിനും ഒരു മൗലിദാണ്, ആ മങ്കൂസ് മൗലിദാണ് നമ്മുടെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെ അതായിട്ടൊരു പരിവർത്തനം ചെയ്ത് കഴിഞ്ഞു. ഈ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഏതൊരു ചടങ്ങിനും അല്ല, യാത്ര പോവാണെങ്കിൽ കുട്ടിയെടുക്കുക, എല്ലാത്തിനും ഒരു മൗലിദ് ഓതി ബർക്കത്ത് എടുക്കുക എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ശീലിച്ചു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി തൊട്ടിൽ കെട്ടൽ. അപ്പൊ ഈ തൊട്ടിൽ കെട്ടൽ എന്ന് പറഞ്ഞെങ്കിൽ അതിനുണ്ട് കുറെ മെയിൻ സാധനമാണ് തൊട്ടിൽ കെട്ടൽ. അതിന് കുറെ ആചാരങ്ങളുണ്ട്. ഇത് തൊട്ടിലാണ് ഏറ്റവും മെയിൻ. തൊട്ടിൽ എത്രത്തോളം പൈസ കൊടുത്ത് വാങ്ങായിരുന്നു അത്രത്തോളം പൈസ കൊടുത്ത് വാങ്ങും. ആടെ ഒരു ഇതായിട്ട് വരുന്നുള്ളത് അത് കാസർഗോഡ് ഏരിയയിൽ മാത്രമാണ് അങ്ങനെയുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതൊരു ഇങ്ങനെ ഈ ഒരു അറക്കാന്നുള്ളതാണ് പ്രധാനമായിട്ട്. കൈതോരൊക്കെ അറവ് നടത്താന്നുള്ളത്, തുണി കെട്ടിയിട്ട് ആട്ടലാണ്. തമിഴന്മാരൊക്കെ തൊട്ടില് കെട്ടല് എത്രത്തോളം, അത് ആദ്യത്തെ കുഞ്ഞിനാണ് ഏറ്റവും പ്രധാനം. എത്രത്തോളം ആഡംബരാക്കുന്നു അത്രത്തോളം. കുഞ്ഞിന്റെ പ്രസവമായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചീരണി മൗലൂദ്. ചീരണി മൗലൂദിനെ മോം ടു ബി, ബേബി ഷവർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേരിപ്പിച്ച് ആദ്യത്തെ കുഞ്ഞിന്റെ ഗംഭീരമായിട്ട് നടത്തും. അതിൽ തന്നെയല്ലേ ഈ ഹക്കീക്കത്ത് മുടി വെട്ടല വരുന്നത്. അതെ, ഹക്കീക്കത്ത് ഇതില് ഇപ്പോ ഇവിടെ ഇന്നലെ ഒരാളോട് സംസാരിക്കുന്നതിനിടയിൽ ഇവരെ പറഞ്ഞിരുന്നു. ഇപ്പോ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരേ സമയം എന്താക്കണം, മുടി കളയുന്ന അതേ സമയത്ത് തന്നെ പോത്തിന് അറക്കുകയും ചെയ്യണം എന്നുള്ളത് ഇവിടെ കാസർഗോഡ് അങ്ങനെ ഒരു ശീലം ഇതായിരുന്നു. പക്ഷെ അങ്ങനൊന്നുമില്ല. എന്താന്ന് പറഞ്ഞാല് ഈ കാസർഗോഡ് ഒരുപാട് അടുത്ത് അങ്ങനെ നടക്കും. പോത്തിന് ആദ്യം അറക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് മുടി കളയാന്നുള്ളതാണ് അവിടെ ഒരു നല്ല കാര്യമായിട്ടുള്ളത്. വിചാരിക്കുന്നതിൽ ഇപ്പൊ ഈ തൊട്ടിലിട്ടതിൽ കുറെ പാട്ടുകളൊക്കെ അല്ലേ കാസർഗോഡ്. അതിന് ഒരു മാല പോലത്തെ ഒരു ഇതുണ്ട്, താലേലം 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 പൊന്ന്. അത് പിന്നെ ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് മോന് താലേലം. അതിന് ശേഷം ഇങ്ങനെ കുറെ പോകുന്ന ഒരു കിതാബ് പോലത്തെ ഒരു സാധനം ഉണ്ട്, ഒരു ഏട് കാസർഗോഡ്. അത് മൊത്തത്തിൽ എല്ലാവരും കഴിച്ചു വരുന്ന ഈ മൗലൂദ് രീതിയിൽ കഴിച്ചു വരുന്ന ഈ ഒരു താലേലം ബൈത്തിൽ ഇങ്ങനെ. പിന്നെ ഇതുപോലെ പ്രധാനമാണ് ഈ സുന്നത്ത് മംഗലം എന്ന് പറയുന്നത്. സുന്നത്ത് മംഗലം എന്ന് പറഞ്ഞെങ്കിൽ ഇത് പണ്ടല്ലോ 10-12 വയസ്സെല്ലാം ചെയ്യും. ഇപ്പൊ പിന്നെ
ജനിച്ചപ്പാടന്നെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. പണ്ടൊക്കെ പണ്ടൊക്കെ ഈ ഗസ്താമാരായിരുന്നു വെട്ടാറ്. ഉസ്താമാരായിരുന്നു ഡോക്ടർമാർ ആരും ഇത് ചെയ്യലായിരുന്നു. കാരണം അതൊരു താഴ്ന്ന പണിയായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ട്. ഒസ്സാമാര് സമൂഹത്തിൽ ഒരു താഴ്ന്ന ഇതായിട്ട് ഇപ്പൊ ഈ കാണുന്നത്. പണി ഈ തോട്ടിപ്പണി പോലെയാണ് ഒസ്സാമാർ ഇതുള്ളത്. ഇത് ഡോക്ടർമാരൊക്കെ ചെയ്യാൻ തുടങ്ങിയതുള്ളതാണ്. അങ്ങനെ ഒരു സമ്പ്രദായം വന്നു. ഈ സുന്നത്ത് മംഗലം അങ്ങനെ പണ്ട് പ്രാരാബ്ദം മൂലം ഇങ്ങനെ കുറെ വൈകും. 12-15 വയസ്സൊക്കെ ഇപ്പൊ ജനിച്ചപ്പാടന്നെ ചെയ്തിട്ട് ഒരു കാസർഗോഡ് പണ്ട് കാലത്ത് ഒറ്റ ഒരാൾ മാത്രം ഒസ്സാനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്. ഒസ്സാൻ മുഹമ്മദ്. അങ്ങനെ ഒരു കഥയുണ്ട്. പിന്നെ ഈ സുന്നത്ത് കല്യാണത്തിന് എന്താക്കും, വെള്ളിയാഴ്ച ജുമാക്കില്ലേ, ജുമാക്കായിരിക്കും പള്ളി കൊണ്ടാറ്. അപ്പൊ അതിനു മുമ്പ് കുളിപ്പിക്കല്, തേങ്ങാപ്പാൽ വെച്ച് കുളിപ്പിക്കല്, അത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര ആഘോഷമാണ്, ഭയങ്കര സൽക്കാരാണ്. നമ്മുടെ നാട്ടില് പുതിയ പെണ്ണ ചെയ്യുന്ന തന്നെ ഈ കുഞ്ഞിനെ അങ്ങനെ ചെയ്തിട്ട് കോട്ടെല്ലാം ഇട്ട് ഭയങ്കര പൈസ മാലയും നോട്ടുമാലയാണ് മെയിൻ ഇവിടെ. 500-ന്റെ നോട്ട്, 1000 നോട്ട്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര നോട്ടുമാലയായിരുന്നു. ഒരു കുടീന് ഫുള്ള് മാലയായിരിക്കും, മൊത്തം മാലയായിരിക്കും. ദഫൂട്ടലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കേട്ട്. അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഞമ്മക്ക് അങ്ങനെ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മകളൊന്നും ഇല്ല. അല്ല, ഇപ്പൊ ഈ ഉപ്പള ഭാഗത്തൊക്കെ ഉണ്ട്, ചിലയിടത്തെല്ലാം ആഡംബരം നടത്തുന്നതിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു ഇതൊക്കെ ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു കളർഫുൾ ആക്കാന്നുള്ള വലിയൊരു കാർ ഇറക്കും, എന്നിട്ട് വീഡിയോ ചെയ്ത് പള്ളി കൊണ്ടുപോകും. പിന്നെ ഈ കാസർഗോഡ് നമ്മളിങ്ങനെ ഈ ചടങ്ങുകൾ അനുഷ്ഠാനം എന്നൊക്കെ പറയുമ്പോ ഈ കല്യാണം, കാസർഗോഡ് ഒരാളുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് കല്യാണം കഴിക്കാം, ഒന്ന് വീട് വെക്കാന്നുള്ള. നാട്ടുകാരെ കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കല്യാണം. അത് കാസർഗോഡുള്ള മൊത്തത്തിൽ എല്ലായിടത്തും തന്നെ ഈ ഒരു സമൂഹത്തിന്റെ ആചാര സംസ്കാരം എന്താ അറിയണമെങ്കിൽ കല്യാണത്ത് പോണെന്ന് അറിയലുണ്ട്. ഈ പണ്ട് കാലത്തൊക്കെ കല്യാണം ഒരു രാത്രി കൊണ്ട് മൊത്തം കഴിയും. ഒറ്റ ഡേ 2, ഡേ 3 ഇത് പോരാണ്ട് ഗ്രൂം ടു ബി പണ്ടിന്റെ നൈറ്റ്സ് കുറെ പഞ്ചാബി, ഗുജറാത്തി, അറേബ്യൻ നൈറ്റ് ഇല്ലാണ്ട് ഒരു കല്യാണം നടക്കില്ല. അറേബ്യൻ നൈറ്റ് ഇല്ലെങ്കിൽ പുതിയ അടിച്ചൊടിച്ചിട്ട് പോകുന്ന ഒരു കഥയില്ല. മിനിമം ഒരാഴ്ച കല്യാണം മസ്റ്റ്, മംഗലം മസ്റ്റ്. കൈമുട്ടിപ്പാട്ട് വളരെ പ്രധാനമാണ്. ഈ കൈമുട്ടിപ്പാട്ട് പണ്ട് കാലത്തൊക്കെ ഭയങ്കരമായിരുന്നു. ആണിന്റെ പേർക്കാറും പെണ്ണിന്റെ പേർക്കാറും ഒന്നിച്ചിരുന്ന് മുട്ടിപ്പാടി അതൊരു മത്സരമായിരുന്നു പണ്ട്. അതിനൊരു കഥയുണ്ട്. ഇവിടെ നമ്മുടെ കാസർഗോഡ് ഒരു ഭാഗത്ത് നായ്മാറൂല ഭാഗത്ത് അന്ന് വലിയൊരു തർക്കം ഉണ്ടായിരുന്നു, ഈ മുട്ടിപ്പാട്ട് പാടണോ പാടില്ല എന്ന്. അങ്ങനെ ഒരു തർക്കം ഉണ്ടായിട്ട് അവിടെ നാട്ടിലെ കത്തീവിനോട് ചോദിച്ചു മുട്ടിപ്പാട്ട് പാടണോ പാടില്ല. അങ്ങനെ തർക്കമായി നാട്ടിലെ കത്തീവിനെ സമീപിച്ചു. കത്തീവിനോട് ചോദിച്ചു, കത്തീവ് പറഞ്ഞു എന്ത്, മുട്ടിപ്പാട്ട് പാടില്ല. അപ്പോൾ ആ നാട്ടിലെ ഒരു ആചാർ ഉണ്ടായിരുന്നു, ആചാർ പറഞ്ഞു മുട്ടിപ്പാട്ട് പാടുണ്ട്. അങ്ങനെ തർക്കമായി. അങ്ങനെ കാളിയാറുടെ സമീപിച്ചു. കാളിയാർ പറഞ്ഞു മുട്ടിപ്പാട്ട് പാടുണ്ട്. അങ്ങനെ അവിടെ ആചാർ ജയിക്കുകയും കത്തീവ് നോക്കുകയും ചെയ്തു. അത് മുട്ടിപ്പാട്ടിലൂടെ ഒക്കെ വീണ്ടും നമ്മുടെ ഒരു പാട്ട് എന്നുള്ള സംസ്കാരം വീണ്ടും സജീവമായി വരാണ്. മ്യൂസിക്കുകളും അതൊക്കെ കൂടുതലുള്ളതെങ്കിലും കുട്ടിപ്പാട്ടിന്റെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇപ്പൊ. അതിലേക്ക് തന്നെ കുറെ മറ്റു പാട്ടുകൾ ആഡ് ചെയ്തെങ്കിലും ഒരു മാപ്പിള പാട്ടുകൾ വീണ്ടും കല്യാണങ്ങളിൽ സജീവമായിട്ട് വരിക എന്നുള്ളതാണ് വീണ്ടും കാണുന്നത്. പിന്നെ ഈ കല്യാണത്തെ കുറിച്ച് പറയുമ്പോ ഈ കാസർഗോഡിന്റെ ഈ കാഞ്ഞങ്ങാട് കഴിഞ്ഞ് ഇപ്പൊ തൃക്കരിപ്പൂര് പയ്യന്നൂർ ആ ഭാഗത്തൊക്കെ എത്തുമ്പോ നമുക്കറിയാം ഈ മരുമക്കത്തായത്തിന്റെ ഒരു ഇതാണ്. ഇവിടെ ഇപ്പൊ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് തന്നെ വരാന്നുള്ള ഒരു മോശ സംസ്കാരമാണ്. ഏരിയയില് എന്റെ ഒരു കണക്കൂട്ടല് പുതിയാപ്പിള പുതിനാട്ടിയുടെ ഇടയിൽ നിൽക്കുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് പെണ്ണിന്റെ വീട്ടിൽ തന്നെ ആടിന്റെ വീട്ടിലേക്ക് തന്നെ വരുന്നൊരു കൾച്ചറാണുള്ളത്. അതായത് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു വേദനാജനകമായ രംഗമായിട്ട് ഇപ്പൊ ഒരു ക്യാമറ ഇതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കല്യാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനായിരിക്കും അത്. കരഞ്ഞിട്ടൊരു ഇപ്പൊ അത്ര ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ പണ്ടൊക്കെ ചെറുപ്പത്തിൽ കാലൊക്കെണ്ടായിരുന്നു എന്തിനീ കല്യാണം നടത്തുന്നത് ഇവരെ മുഖം കാണുമ്പോ അത്രക്ക് കരത് ഭയങ്കരമായിട്ട് കരച്ചിലോടെ ഇതായിട്ട് കല്യാണം നടത്തുന്നത്. പക്ഷെ അതിലെ ഒരു ഇമോഷണൽ ഉള്ളതിലപ്പുറം നമ്മുടെ ഈ നാട്ടാചാരത്ത് ഇവിടുത്തെ ഈ പ്രാദേശിക ആചാരങ്ങളുടെ കൈക്കൊണ്ട് കുറെ സാധനം ഈ മരുമോള് അമ്മായിയമ്മ ആ ഒരു ഇത് അത്രയും ഒരു സ്ട്രിക്റ്റ് വീടിന്റെ ഒരു ഓർമ്മയാണ് അവരുടെ ചെറുപ്പം മുതൽ അവളുടെ വീട്ടിൽ അവള് എടുക്കണം. അതിനൊരു പാട്ട് തന്നെ ഇല്ലേ, മരുമോളുടെ ഒരു പാട്ട് തന്നെ ഇല്ലേ. കുറെ ഈ മാപ്പിള പാട്ടുകളിൽ ഇങ്ങനെ കുറെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് കുറെ സാധനം വന്നിട്ടുണ്ട്. പടങ്ങി പോകുന്നതിനെ കുറിച്ച് അങ്ങനെ കുറെ നല്ല നല്ല പാട്ടുകളുണ്ട്. നമ്മൾ ഈ വിഷയം ആലോചിച്ചപ്പോ ഞാൻ ഈ പാട്ട് ആലോചിച്ചിട്ട് ആ പാട്ടിന്റെ തുടക്കം ആ പാട്ട് അങ്ങനെ കുറെ പാട്ടുകൾ ഉണ്ടാവും. ഇത് അർത്ഥം നമ്മൾ പറയുന്ന വിഷയത്തിന്റെ യഥാർത്ഥ അർത്ഥം തരുന്ന ഒരു സാധനമാണ് ഈ പാട്ട്.
അമ്മയുടെ മോളെ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്ത് തേടിക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂലേ. അത് കഴിഞ്ഞിട്ടില്ല. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ശൈത്താൻ. തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല അമ്മായിന്റെ മോളായിപ്പോയി. ആ മരുമക്കൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇങ്ങനെ ഒരു അടിമന്നല്ല, അത്രത്തോളം ഇങ്ങനെ കഷ്ടപ്പാടും വേദനയൊക്കെ അനുഭവിച്ചിട്ട് ഇങ്ങനെ കഴിയുന്നതാണ്. അപ്പൊ അതൊരു പാട്ടിലേക്ക് അതാണ് ഇതില് കാണുന്നത്. അതുപോലെ തന്നെ ഈ യുദ്ധാല് ഇങ്ങനെ ഈ കിതാബിൽ ഇപ്പോ 4 മാസം ഒരു 10 ദിവസം ഇരിക്കണം എന്നായിരിക്കും പറഞ്ഞു. പക്ഷെ ഈ ഇവിടുത്തെ ആൾക്കാര് കുറേ നിയമങ്ങളുണ്ട്. മാത്രം ഒരു കിതാബ് ഇറക്കാൻ കുറേ സ്ട്രിക്റ്റ് ആചാരങ്ങൾ ഒരു നിയമങ്ങളാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. വെള്ളം അതന്നെ ഫുള്ള് വസ്ത്രം മൊത്തം വെള്ളമാണ്, ചെരുപ്പ് വെള്ളമാണ്, വിരിപ്പ് വെള്ള കളറാണ്. ഈ വിരിപ്പും പുതപ്പടക്കം വെള്ളാണോന്നാണ്. പിന്നെ ആടിനെ കാണാൻ പാടില്ല. അതാണ് മെയിൻ കാസർഗോഡ്. കാരണം ഈ പൂവൻ കോഴിയെ കാണാൻ പാടില്ല, ആകാശാണാണ്. അപ്പൊ ഈ ഭൂമി പെണ്ണാണ്, ആകാശത്തിനെ കാണാൻ കഴിയല. അപ്പൊ ഈ അന്ന് പണ്ട് കാലത്തൊക്കെ ബാത്റൂം ഒക്കെ വീടിന്റെ പുറത്തായിരിക്കും. അപ്പൊ ഇപ്പൊ രാവിലെ ഒരാൾക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിയാൽ കക്കൂസ് പോകാൻ മുട്ടിയാല് രാവിലെ മുട്ടിയാൽ രാത്രിയാണ്, മഗ്‌രിബ് കഴിയണം പോവാൻ. കാരണം പുറത്തിറങ്ങാൻ കഴിയല, ബാത്റൂം പുറത്തായിരിക്കും. പുറത്തിറങ്ങിയ ആണിനെ കാണും, ആകാശത്തിനെ കാണും. പിന്നെ ഈ ഇത് ഇറക്കുന്ന ഒരു ഇതില്ലേ, ഈ മുക്രിസ്റ്റല്ല വന്നിട്ട് അത് പണ്ട് ഭയങ്കര സംഭവം. ഇത് ഇരിക്കുമ്പോ മുക്കറി വരും, കുറച്ച് ഒക്കെ ഉണ്ടാവും. പിന്നെ തൗബ ചൊല്ലി കൊടുക്കാം. ദീന് യഥാർത്ഥമായിട്ട് എന്താ പറയുന്നത്, ഇതൊരു ആഡംബരമില്ലാത്ത ആഡംബരമില്ലാത്ത വസ്ത്രങ്ങളിലൂടെ ഒക്കെ കളി ഇരിക്കണം, ആ രീതിയിലാണ് നമ്മള് ഇത് പറയുന്നത്, ഇതേ കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരുപാട് പ്രധാനമായിട്ട് ഇത് ഒരേ പ്രാദേശിക ആചാരങ്ങൾ കടമെടുത്തത് എന്നൊക്കെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. നമുക്ക് അറിയാൻ എൻഗേജ്മെന്റിന്റെ കുറച്ച് ഇതുണ്ടല്ലോ. എൻഗേജ്മെന്റ് വളരെ പ്രധാനമാണ്. എൻഗേജ്മെന്റ് നിശ്ചയിപ്പ്. അതായത് പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാല് ഈ ഒരു കുടുംബത്തിലെ മുതിർന്നവരുണ്ടാവില്ല, കാരണവർ, അവരായിരിക്കും എല്ലാം തീരുമാനിക്കാം. അതങ്ങനെയുണ്ട്. കാരണം ഈ നിശ്ചയിപ്പിന് ആര് വിളിച്ചില്ല, അതായത് അടുത്ത ബന്ധുക്കളെ വിളിച്ചില്ല എന്നെങ്കിൽ അവരാരും എന്തിനും ഉണ്ടാവില്ല, കല്യാണത്തിനും ഉണ്ടാവില്ല. അപ്പൊ ഈ നിശ്ചയിപ്പിന് വിളിക്കണം, എന്നാൽ മാത്രമേ അവർ കല്യാണത്തെക്കാൾ പ്രധാനമാണ് നിശ്ചയിപ്പ്. ഒന്നും ഉണ്ടായില്ല, വെറുതെ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട് വരും, എന്റെ ആടെ ഇരുന്ന് വെറുതെ ചർച്ച ആക്കും. അത് ഭയങ്കര ഇതാണ്. നിശ്ചയകാരണന്മാരൊക്കെ മൊത്തത്തിൽ ഇരുന്നിട്ട് പിന്നെ ഈ വലി മൂളിക്കൽ അങ്ങനെ എന്തോന്ന്, ഞാൻ ഈ വിഷയം പഠിക്കാൻ കുറച്ച് നോക്കിയാലോ, അങ്ങനെ സാധനം കണ്ട് വലി മൂളിക്കലല്ലേ. അത് സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ പണ്ട് എന്താക്കണം, പെണ്ണിനോട് കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പെണ്ണിനോട് ചോദിക്കണമല്ലോ. അപ്പൊ ഈ പെണ്ണിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഒരു മറയിരിക്കും, പെണ്ണ് മറേന്റെ ഇപ്പുറം ഇരിക്കും. അപ്പൊ ഒരാണ് വന്ന് ചോദിക്കും, സമ്മതമാണോ എനിക്ക് എന്ത് കല്യാണം. അല്ല അത് ഓളോട് സമ്മതം ചോദിക്കുമ്പോ അത് മൊത്തത്തിൽ സമ്മതം ചോദിക്കുമ്പോ എന്നുണ്ട്. സമ്മതം ചോദിക്കുമ്പോ എന്താക്കണം, സമ്മതം ചോദിക്കും. പിന്നെ ഉമ്മ സമ്മതം ഉമ്മ പറയും, സമ്മതം മോള്. അപ്പൊ ഓള് പെണ്ണ്. അപ്പൊ ഇത്രയും നമ്മൾ കുറെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ വിഷയം നമ്മൾ ഈ ആചാരം എന്നോ അനാചാരം എന്നോ വിളിച്ചാലും ദീനിൽ നിഷിദ്ധമല്ലാത്ത കാര്യങ്ങള് എന്തിന് നമ്മൾ ഈ സമൂഹത്തിൽ നിലനിൽക്കട്ടെ. ഈ സമൂഹത്തെ നിർമ്മിച്ചെടുത്തത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ, ഇത്തരം വ്യവഹാരങ്ങളാണ് നമ്മുടെ ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുത്തത്. അപ്പൊ ഈ ആചാരവിരുദ്ധരായിട്ട് നമ്മൾ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടട്ടെ. അപ്പോ ഇത് എല്ലാത്തിനെയും യുക്തി കൊണ്ട് മാത്രം വളർന്നുകൊണ്ട് അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും സമീപിക്കേണ്ട ആവശ്യമല്ല. നമ്മള് തീർച്ചയായിട്ടും അനാചാരങ്ങൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുക. ഒരു പല കാലങ്ങളിലായിട്ട് വേണ്ടാത്തരം ഇവിടുത്തെ പ്രാദേശികമായിട്ടും മറ്റൊക്കെ നമ്മുടെ ആ ജീവിത വ്യവസ്ഥയിലേക്ക് കയറിക്കൂടിയ കുറെ സാധനമൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ പല കാലങ്ങളിലായിട്ട് അതിനെ പറഞ്ഞു തോൽപ്പിച്ചു. അപ്പൊ പഴയ കാലങ്ങളിലൊക്കെ സമദാരി ഇപ്പോ ഞാനെന്ത് സ്ത്രീധനമാകില്ല അത് പ്രതിജ്ഞ എടുപ്പിക്കൽക്കടായി കേട്ടിട്ടുണ്ട്. ആ തരത്തിൽ അങ്ങനെ കുറെ മൂവ്മെന്റുകളൊക്കെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നമ്മുടെ ഈ ഒരു പുതിയ തലമുറ എന്നൊക്കെ പറയുമ്പോൾ ഫുള്ളി ഈ മോഡേണൈസേഷന്റെ പീരീഡിൽ ഈ ഒരു കൾച്ചറിനെ കുറിച്ച് തന്നെ നമ്മുടെ സമൂഹം മറന്നുപോയൊരു കാലമാണ്. അപ്പോ നമ്മുടെ ഈ ആചാരങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരം ഒരു ഘട്ടങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു വീടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിലൂടെയൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആചാരങ്ങൾക്ക് വലിയ എന്തുണ്ടാവും, ട്രാൻസ്മിഷനുകൾ സംഭവിക്കും. അപ്പൊ അതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ആചാരങ്ങൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ട് തന്നെ സമൂഹം മുന്നോട്ട് പോകണം. അപ്പോഴാണ്
അവിടെ കൂടുതൽ അർത്ഥവത്താകുന്നത്, സമൂഹം കൂടുതൽ അർത്ഥവത്താകുന്നത് ഉള്ളൊരു മെസ്സേജാണ് നമുക്ക് ഇതിലൂടെ പാസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിർത്താവുന്നല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാ അടുത്തൊരു എപ്പിസോഡിൽ കാണാം.